ഇല്ല എന്ന് പറയുന്നത് 100%. പക്ഷെ എന്റെ കയ്യിൽ പ്രൂഫ് ഇല്ലാത്തതുകൊണ്ട് ചിലപ്പോൾ ഞാൻ അകത്ത് പോയേക്കാം. അങ്ങനെ ഒരാൾ വന്ന് പറയുമ്പോൾ എനിക്കറിയാം ഇങ്ങനെ ഒരാൾ സ്ത്രീ വന്ന് ഇങ്ങനെ ഞാൻ എന്നെ തല്ലി അടിച്ചു എന്ന് പറയുമ്പോൾ ഞാൻ പ്രവീണ തല്ലി എന്നുള്ളത് നേരെ തന്നെ. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇപ്പോൾ കൊച്ചു പ്രണവ് ഇവരുടെ വീഡിയോസും കാര്യങ്ങളൊക്കെയാണല്ലോ ഇപ്പോൾ എന്താ പറയുക സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് അതിനെക്കുറിച്ചിട്ട് ലാസ്റ്റ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിലെ കുറച്ച് കാര്യങ്ങൾ, ഡാനി എന്ന് പറഞ്ഞൊരു ഫ്രണ്ടാണ് കേട്ടോ, അപ്പോൾ അവൻ പറയുന്ന കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് കേട്ടിട്ട് വരാം. ഒന്ന് കേട്ട് നോക്കും. ഇപ്പോൾ നിങ്ങൾ ഫസ്റ്റ് കേട്ടത് പ്രണവിൻ്റെ വോയിസാണ്, കൊച്ചുവിൻ്റെ വോയിസാണ്. അപ്പോൾ നമ്മൾ ഡാനി പറയുന്ന കുറച്ച് കാര്യങ്ങളും കൂടെ കേട്ടിട്ട് വരാം. ഒന്ന് കേട്ട് നോക്കൂ. വീടിനകത്ത് ഇവരുടെ വോയിസും കാര്യങ്ങളും വരുമൊക്കെ ചെയ്യുന്നത്. ഓക്കെ, ആദ്യം തന്നെ ആ ഇൻ്റർവ്യൂ നടന്നത് ആ ചാനലിൻ്റെ പേരൊന്നും ഞാൻ ഇവിടെ എടുത്ത് പറയുന്നില്ല. ആ ചാനലിനെതിരെ ഈ പ്രണവും പ്രവീണും കേസ് കൊടുത്തു എന്നുള്ള കാര്യമാണ് അറിയാൻ കഴിഞ്ഞത്. കാരണം എന്ന് വെച്ചാൽ അത് ഗവൺമെൻറ് ആയിട്ടുള്ളതൊന്നും അല്ല, ഒരു പ്രൈവറ്റ് കമ്പനിയുടെ ഒരു ഇതായിട്ടാണ് ഈ വിളിച്ച് ചോദിക്കുകയും കാര്യങ്ങളൊക്കെ പോവുകയൊക്കെ ചെയ്തത്. അങ്ങനെയാണ് അറിയാൻ കഴിഞ്ഞത്. അതും അങ്ങനെ ഗവൺമെൻറ്റിൻ്റെ ആകുമ്പോൾ നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കി, ഇങ്ങനെ ഏതെങ്കിലും ചാനലിന് വേണ്ടി ഇങ്ങനെ കൊടുക്കാൻ പറ്റുമോ? അതൊരു കണ്ടന്റ് ആക്കാൻ വേണ്ടി അവർ ചെയ്തതാണ്. എല്ലാവരും കണ്ടന്റ് ആക്കുന്ന ഒരു കാര്യമാണ്. കാരണം ഇവരെന്ത് കാര്യങ്ങളുണ്ടെങ്കിലും വിളിച്ച് ഇൻ്റർവ്യൂ കാര്യങ്ങൾ ചോദിക്കുകയൊക്കെ ചെയ്യും. കിട്ടാത്തതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ അവർ ഇങ്ങനെ ഒരു ഇത് ചെയ്തത്. എന്തായാലും ഓക്കെ, അവർ ചെയ്തത് വെച്ച് നോക്കുമ്പോൾ അത്ര നല്ലതും അല്ല, മറ്റുള്ളവർക്ക് ചിലപ്പോൾ നല്ലതായിട്ട് തോന്നുകയും ചെയ്യാം. പക്ഷെ പല ആൾക്കാരുണ്ട് പറഞ്ഞത് അത്ര ശരിയായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല എന്നുള്ള രീതിയിലാണ് സംസാരിക്കുന്നത്. നമുക്ക് കാര്യത്തിലോട്ട് കിടക്കാം. വോയിസ്, പ്രണവിൻ്റെയൊക്കെ വോയിസും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതിനകത്ത് സംസാരിക്കാം. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, എൻ്റെ വീഡിയോ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. നിങ്ങൾ കണ്ടോ, കൊച്ചുൻ്റെ ഈ എവിഡൻസും കാര്യങ്ങളും ഇല്ലെങ്കിൽ നമ്മളായിട്ട് തന്നെ ഇട്ട് കൊടുക്കും. കാരണം നമ്മുടെ കമൻറ്റ്സ്, ചില ആൾക്കാർ കൊച്ചുവിന് സപ്പോർട്ടായിട്ട് കമൻറ്റ്സും കാര്യങ്ങളും ഇടുന്നുണ്ടായിരുന്നു. എന്തുകൊണ്ട് അമ്മയുടെ വോയിസിൻ്റെ കുറച്ച് ഭാഗങ്ങൾ വെച്ചു, എന്തുകൊണ്ട് അച്ഛൻ തല്ലി, എന്താണ് ഇതിൻ്റെ യഥാർത്ഥ കാരണങ്ങൾ, ഇതുവരെ യഥാർത്ഥ കാരണങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല. അങ്ങനെ ആകുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഈ ആൾക്കാർക്ക് തന്നെ ഡൗട്ടും കാര്യങ്ങളും ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ വീഡിയോയിൽ പറഞ്ഞൊരു പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ കണ്ടോ, നിങ്ങളിടുന്ന ഓരോ കമൻസും കാര്യങ്ങളും ആയിരിക്കും കൊച്ചുവിന് അത് വെച്ചിട്ട് വേണമെങ്കിൽ അവന് സംസാരിക്കാൻ പറ്റും. അപ്പം ഞാനിപ്പോൾ ഡാനിയുടെ വീഡിയോ എന്താണ് എടുത്തിടാൻ കാരണമെന്ന് വെച്ചാൽ, ഡാനി എല്ലാം കറക്റ്റായിട്ട് കാര്യങ്ങളാണ് അവിടെ പറയുന്നത്. ഇപ്പോൾ കുറേ വീഡിയോസ് ഡാനി ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഞാൻ ഡാനിയുടെ വീഡിയോ എടുത്തിട്ട് ചെയ്യുന്നത്. അപ്പോൾ ഡാനി പറഞ്ഞതുപോലെ തന്നെ കൊച്ചുവിൻ്റെ ഒരു ഇതായിട്ട് എന്തെങ്കിലും വോയിസോ കാര്യങ്ങൾ വന്ന് അങ്ങോട്ട് ആൾക്കാർ ചാഞ്ഞു പോവുക. അതുപോലെ പ്രവീൺ എന്തെങ്കിലും വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എവിഡൻസായിട്ട് കാര്യങ്ങൾ വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രവീണിൻ്റെ അങ്ങോട്ട് പോവുക. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടിക്കളിക്കുന്ന ആളുകൾ ചെയ്യുന്നത്. എവിടെയാണ് സത്യം, എന്താണ് സത്യം എന്ന് അറിയാൻ ആരും ശ്രമിക്കുന്നില്ല. ഇപ്പോൾ പ്രവീൺ എത്രത്തോളം എവിഡൻസ് കൊണ്ടുവന്ന സ്ഥിതിക്ക് പ്രവീണിൻ്റെ ഭാഗത്ത് തന്നെയാണ് ന്യായം എന്നാണ് നമുക്ക് എല്ലാവർക്കും തോന്നുന്നത്. അപ്പം നമ്മൾ ആരും ന്യായീകരിക്കില്ല. പക്ഷെ പ്രവീൺ അത്രത്തോളം എവിഡൻസ് ആയിട്ട് വന്ന സ്ഥിതിക്ക് പ്രവീണിൻ്റെ ഭാഗം നമ്മൾ അക്സെപ്റ്റ് ചെയ്തു. പ്രവീണാണ് ക്ലിയർ എന്ന് നമ്മൾ അക്സെപ്റ്റ് ചെയ്തതാണ്. അപ്പോൾ ഡാനി കുറേ വോയിസും കാര്യങ്ങളൊക്കെ കേൾപ്പിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു വോയിസും കൂടെ നമുക്കൊന്ന് കേട്ടിട്ട് വരാം. ഒന്ന് കേട്ട് നോക്കൂ. ഉറപ്പായിട്ടും അങ്ങനെ വീഴ്ച എന്തെങ്കിലും ചെയ്തിരുന്നെങ്കിൽ 9 മാസം അടുപ്പിച്ച് ഗർഭിണിയിട്ടിരിക്കുക, എന്തെങ്കിലും വീഡിയോ എടുക്കുക ചെയ്തിരുന്നെങ്കിൽ ഹോസ്പിറ്റലിലാണ് പോകേണ്ടത്. ഇവർ വ്ളോഗ് ചെയ്യത്തില്ല. സകലമാന സാധനങ്ങളും, ഇവിടുത്തെ എല്ലാ സാധനങ്ങളും പാക്ക് ചെയ്ത് വെച്ചേക്കുമായിരുന്നു. ഇത് പ്ലാൻഡാണ്, അച്ഛനെ തല്ലിയതാണ് ബേസിക് പ്രശ്നം. മനസ്സിൽ കമൻറ്റ് ബോക്സിൽ കൂടുതലായിട്ടും ആളുകൾ പറഞ്ഞത് 9 മാസമായിട്ടുള്ള ഗർഭിണിയെ ഇപ്പോൾ ചവിട്ടി കഴിഞ്ഞാൽ അല്ലെങ്കിൽ അടിച്ചു കഴിഞ്ഞാൽ അവർ നേരെ ഹോസ്പിറ്റലിലോട്ടാണ് പോകുന്നത്. അപ്പോൾ കൊച്ചു എന്താ പറയുക, ആ കമൻറ്റ് മാത്രം നോക്കിയിട്ട് ആ കമൻറ്റിനാണ് പ്രതികരിക്കുന്നത്. മനസ്സിലായി. അതിൽ തന്നെ ഉണ്ട് കുറേയൊക്കെ ഇത് എന്താ പറയുക. ഇപ്പോൾ എല്ലാവരും പറയുന്നുണ്ടായിരുന്നു, ആദ്യം ഇങ്ങനെയൊരു പ്രഗ്നൻ്റ് ആയിട്ടുള്ള ഒരു യുവതിക്ക് ഇങ്ങനെ സംഭവിച്ചതെങ്കിൽ അവർ നടുറോഡിൽ വണ്ടിയിട്ട് സംസാരിക്കുകയല്ലേ ചെയ്യേണ്ടിയിരുന്നത്. ഒന്നില്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ പോകണം, അല്ലെങ്കിൽ നേരെ ഹോസ്പിറ്റലിലാണ് പോകേണ്ടത്. അവരെന്തിനും അങ്ങനെ ചെയ്തില്ല. മണിക്കൂറുകളോളം അവർ റോഡിൽ എന്തിനു നിന്നു, അതൊക്കെയാണ് കൊച്ചു ചോദിക്കുന്നത്. ഇപ്പോൾ കമൻസും അങ്ങനെയാണ് വന്നത്. അപ്പോൾ അതിനെ സംബന്ധിച്ചിട്ടാണ് പുള്ളിക്കാരൻ വോയിസ് കൊടുക്കുന്നത്. മനസ്സിലായ, വോയിസ് ഇടുന്നത്. അതുപോലെ തന്നെ കൊച്ചു പറയുന്ന കാര്യം നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. ഇവർ വ്ളോഗ് എടുക്കാതെ അവൾ മൃദുല തന്നെ പറയുന്നുണ്ട്, എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും, എനിക്ക് ഒട്ടും വയ്യാന്ന് പറയുന്നുണ്ട് പ്രവീണിനോട്. അപ്പോൾ എന്തുകൊണ്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയില്ല, അതും ഒരു ചോദ്യം തന്നെയാണ്. ഇപ്പോൾ കുറേ കമൻസുകളും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കമൻസ് കണ്ടിട്ടാണ് കൊച്ചു പറയുന്നതെങ്കിലും അതും ഒരു ന്യായമായിട്ടുള്ളൊരു കാര്യം തന്നെ. നിറഗർഭിണിയായ ഒരു സ്ത്രീക്ക് പെട്ടെന്ന് ഇങ്ങനെ ഒരു ചവിട്ടും കാര്യങ്ങളൊക്കെ കിട്ടുമ്പോൾ അവരെന്തുകൊണ്ട് ഹോസ്പിറ്റലിൽ പോയില്ല. അതുപോലെ തന്നെ അച്ഛനെ അടിച്ചു എന്നും പറയുന്നുണ്ട്. അവൻ ഓടി വന്ന് ഇങ്ങോട്ടാണ് അടിക്കാൻ തുടങ്ങിയത്, അച്ഛനെ അടിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്.
എന്താ പറയുക, അതിലിപ്പോൾ ഇതായിട്ട് നോക്കുമ്പോൾ എന്താ പറയുക, ഗർഭിണിനെ ഇപ്പോൾ അടിച്ചോ, ഇനിയിപ്പോൾ ഇവർ തമ്മിൽ മാറ്റാൻ ശ്രമിക്കുന്ന സമയത്ത് വന്ന് വീണതാണോ ഒന്നും അറിയില്ല. അപ്പോൾ ഇതിനകത്ത് എന്തൊക്കെയാണ് ആ സമയത്തൊന്നും വീഡിയോ എടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ആ ഭാഗം നമുക്ക് എല്ലാം ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, ഗർഭിണി ഇങ്ങനെ ഉപദ്രവിക്കാൻ പാടില്ലായിരുന്നു എന്നൊക്കെ ഇതാണ് പറയുന്നത്. പക്ഷെ ഓരോ കാര്യങ്ങളും വരുന്ന സമയത്ത് ആരുടെ ഭാഗത്താണ് ശരി, ആരുടെ ഭാഗത്താണ് തെറ്റ് എന്നൊന്നും നമുക്കിപ്പം മനസ്സിലാക്കാൻ പറ്റാത്ത സ്ഥിതിയാണ്. അത് ചോദിച്ചാൽ ഒരു ഗർഭിണിനെ ഒരിക്കലും ആരെങ്കിലും ഉപദ്രവിക്കും, പക്ഷേ ഉപദ്രവിക്കുന്ന ആൾക്കാരും ഉണ്ട്, നമ്മൾക്കൊന്നും പറയാൻ പറ്റാത്തൊരു ഇതാണ്. അതുകൊണ്ട് തന്നെ ഇപ്പം ഇനിയിപ്പോൾ മാറ്റാൻ പോകുന്ന സമയത്തിന് വീണതാണോ അതൊന്നും നമുക്ക് അറിയില്ല, എന്താണ് അവിടെ കറക്റ്റായിട്ട് നടന്നത് എന്ന് ഒന്നും അറിയാൻ പറ്റാത്തൊരു സ്ഥിതിയാണ്. കൊച്ചു മൃദുലിനെ ഇങ്ങനെ തള്ളിയിട്ടിട്ടുണ്ടെങ്കിൽ, ഒരു ഗർഭിണിയായ ഒരു സ്ത്രീ എന്ന് പോലും നോക്കാതെ അവനത് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് തക്കതായിട്ടുള്ള ശിക്ഷ ലഭിക്കുക തന്നെ ചെയ്യണം. ഒരു ഇതും അവനക്ക് ഒരു ഇതും ലഭിക്കേണ്ട കാര്യമില്ല, അവനക്ക് ശിക്ഷ ലഭിക്കുക തന്നെ ചെയ്യണം. എന്താ ചോദിച്ചാൽ ഗർഭിണിയാണ്, അവരുടെ ചേട്ടൻ്റെ കുഞ്ഞാണ്, അവളുടെ വയറ്റിൽ കിടക്കുന്നുള്ളത് അറിയാം. അതുകൊണ്ട് എന്ത് തന്നെയാണെങ്കിലും കൊച്ചു അത് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനുള്ള ശിക്ഷ അവനക്ക് ലഭിക്കുക തന്നെ ചെയ്യണം. ഇപ്പോൾ എന്ത് തന്നെയാണെങ്കിലും നമുക്ക് എന്താ പറയുക, റിയലല്ല റിയൽ എന്ന് പറയുന്നത് പോലെ തന്നെ നമ്മുടെ മുഖത്തൊരു വിഷമം ഉണ്ടെങ്കിൽ നമ്മൾ പിന്നെ പെട്ടെന്ന് നമുക്കത് വേറൊരു ആളായിട്ട് മാറിയിട്ട് ക്യാമറ കാണുമ്പോൾ വേറൊരാളായി മാറാൻ പറ്റും. എനിക്ക് ഒട്ടും പറ്റില്ല കേട്ടോ. എന്താ ചോദിച്ചാൽ നമുക്ക് നമ്മുടെ മനസ്സിലൊരു വിഷമം ഉണ്ടെങ്കിൽ നമ്മൾ ക്യാമറയ്ക്ക് മുന്നിൽ വരുമ്പോൾ പെട്ടെന്ന് ചിരിച്ച് കളിച്ച് ഹായ് ഹോയ് ഹേയ് എന്നൊക്കെ പറഞ്ഞ് ആടിപ്പാടി രസിക്കാൻ പേഴ്സണലി നമുക്ക് പറ്റില്ല. ഇവർക്ക് എങ്ങനെയാണെന്ന് അറിയില്ല. ഇവർ ഇപ്പോൾ അന്ന് മേക്കപ്പ് എടുക്കാൻ പോയ ഇവരുണ്ടല്ലോ, അവർ തന്നെ പറയുന്നുണ്ട് ഇവർ ക്യാമറ വരുന്ന സമയത്ത് പെട്ടെന്ന് അവരുടെ ഭാവം മാറുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഇതെന്താ അന്യൻ സിനിമയോ പെട്ടെന്ന് ഇങ്ങനെ മാറാൻ പറ്റുന്നത്, അത് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. നമുക്കൊരിക്കലും പറ്റില്ല, പേഴ്സണലി എനിക്ക് ഒരിക്കലും പറ്റില്ല. നമ്മുടെ മനസ്സിലൊരു വിഷമമുണ്ടെങ്കിൽ അത് നമ്മുടെ മുഖത്ത് പ്രകടമാകുക തന്നെ ചെയ്യും. നമ്മളിപ്പോൾ ഒരു ലൈവ് ചെയ്യണമെങ്കിൽ നമ്മുടെ മനസ്സിൽ എന്തെങ്കിലും ഒരു ഇതുണ്ടെങ്കിൽ നമ്മൾ ലൈവിൽ ഇരിക്കുന്ന സമയത്ത് നമ്മൾ ചിരിച്ച് കളിച്ചിട്ടൊന്നും എനിക്ക് ഇരിക്കാൻ പറ്റില്ല. ചിലപ്പോൾ എൻ്റെ മുഖത്ത് ആ ഒരു ഇത് വരും. എന്നിട്ട് ആ ലൈവിലുള്ള ആളുകൾ തന്നെ ചോദിക്കും, ചേച്ചിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ട്, ചേച്ചിക്ക് എന്താ സുഖമില്ലേ വയ്യേ എന്നൊക്കെ ചോദിക്കും. അതാണ് നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും അത് നമ്മുടെ ഫേസിൽ നമ്മൾക്ക് വരാതിരിക്കില്ല. എന്ത് തന്നെയാണെങ്കിലും ഫേസിൽ വരും. പിന്നെ എങ്ങനെയാണ് ഇവർക്ക് ഇത്രയും ഇതായിട്ട് അഭിനയിക്കാൻ കഴിയുന്നതെന്ന് മനസ്സിലാവുന്നില്ല. എന്നാലും ഇങ്ങനെയും അഭിനയിക്കുന്ന ആളുകൾ ഉണ്ടാകും ലോകത്ത്. അത് വല്ലാത്തൊരു അഭിനയം തന്നെയാണ്, ഈ ക്യാമറയ്ക്ക് മുന്നിലുള്ള അഭിനയം. അത് ഒട്ടും വിശ്വസിക്കാൻ പറ്റാത്തൊരു ഇത് തന്നെയാണ്. കുറച്ച് വോയിസും കൂടെ നമുക്കൊന്ന് കേട്ടിട്ട് വരാം, കേട്ട് നോക്കൂ. എന്റെ അച്ഛനൊക്കെ സാധാരണക്കാരൻ, ഞങ്ങൾ അച്ഛൻ പണിക്ക് പോയിട്ടാണ് ജീവിക്കുന്നത്. അപ്പൊ പബ്ലിക്കിൽ വന്ന് ഇങ്ങനെ പറയുമ്പോ അച്ഛന്റെ മുഖത്ത് ബസ് ഇറങ്ങിയ സമയത്ത് ഒരു പെണ്ണുമ്പുള്ള വന്നു തുപ്പി, കാറി തുപ്പി. അച്ഛനെ കാറി തുപ്പി. ഈ കാലത്ത് ഇതൊക്കെ ആരെങ്കിലും വിശ്വസിക്കുവാടാ? ഓക്കെ, ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്നെങ്കിൽ നിന്റെ അച്ഛനെ പേടിയോടെ മാറി നിൽക്കത്തുള്ളൂ. കാരണം അതുപോലത്തെ നെഗറ്റീവും കാര്യങ്ങളും ഉള്ള സമയത്ത് ആരെങ്കിലും വന്നിട്ട് തുപ്പോ, നീ എന്തോ പറയുന്നത്? എനിക്ക് തോന്നുന്നില്ല. ഇതെന്തോ കള്ളം പറയുന്നതായിട്ട് ഫീൽ ചെയ്യുന്നത്. കുറച്ചൊക്കെ സത്യമായിട്ട് തോന്നി, കുറച്ചൊക്കെ കള്ളമായിട്ട് തോന്നുന്നത്. ഞാൻ ഒരു കാര്യം പറയാം, ഈ കൂട്ടങ്ങളെ വിശ്വസിക്കാതിരിക്കുന്നേ നല്ലത്. എനിക്ക് തോന്നുന്നില്ല, അത് വേറെ കാര്യങ്ങൾ. അതിനുശേഷമാണ് പുറത്തു വയ്ക്കാൻ എനിക്കത് ചെയ്തേ പറ്റുമോ. ഞാൻ എന്റെ അവസ്ഥ കൊണ്ട് ആ സമയത്ത് എന്റെ അച്ഛനെയും അമ്മയും സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്തത്. ആ സമയത്ത് പ്രവീണുമായിട്ട് വേറെ അവൻ അങ്ങനെ ഒരു അഡ്രസ്സിന്റെ പ്രശ്നം പറയേണ്ട ഒരാവശ്യം, അത് മാക്സിമം അത് സോൾവായി വന്ന പ്രശ്നമാണ്. എന്നിട്ടും അവൻ അങ്ങനെ പറഞ്ഞു. പ്രവീണിന്റെ അച്ഛനെ എല്ലാവരും നല്ലതാണ് പറയുന്നത്, ക്യാൻസർ പേഷ്യന്റിനെ സഹായിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അച്ഛനെ എല്ലാവരും പോസിറ്റീവായിട്ടാണ് പറയുന്നത്, ആരും കുറ്റം പറയുന്നതായിട്ട് കണ്ടില്ല. പക്ഷേ അച്ഛൻ പറയുന്നുണ്ട്, ഒരിക്കലും ഇവൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുമെന്ന് വിചാരിച്ചില്ല. അപ്പോൾ ആ ഒരു വീഡിയോ തന്നെയാണ് ഇത്രയും വഷളായത്. അങ്ങനെ നോക്കുമ്പോൾ അച്ഛൻ്റെ ഭാഗത്ത് എന്താ പറയുക, അതിപ്പോൾ എല്ലാവരും കൂടെ അങ്ങോട്ട് സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഇത്രയും പബ്ലിക്കായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞത് കൊണ്ടാണ് കാര്യങ്ങളൊക്കെ ഇത്രത്തോളം വഷളായത്. അപ്പോൾ കൊച്ചിൻ്റെ കുറച്ച് കാര്യങ്ങളും കൂടെ നമുക്കൊന്ന് കേട്ടിട്ട് വരാം. എന്ന് വെച്ചാൽ അവന്റെ മാതാപിതാക്കളാണ്, അനിയനാണ്. അപ്പൊ അത് പുറത്തു വിടണ്ട എന്ന് കരുതി. അപ്പൊ അതിന് ശേഷവും അവർക്ക് എന്തോ ദുരനുഭവം ഉണ്ടായത് കൊണ്ടാണ് അവർ ആ വീഡിയോ പുറത്തു വിടുന്നത്. ആ ദുരനുഭവം എന്താണ്? നിങ്ങളൊരു വീഡിയോ ചെയ്ത് പുറത്തുവിട്ടു. പ്ലീസ് അടിയോ പ്രശ്നങ്ങൾ ഉണ്ടാവില്ലല്ലോ, ഒരു മാറി താമസിച്ചല്ലോ. അടിയോ പ്രശ്നങ്ങൾ അപ്പൊ ഉണ്ടാവുന്നില്ല. പക്ഷെ ഇതിനൊരു കാരണം എന്ന് പറയുന്നത്, രണ്ടാമത് നിങ്ങളൊരു വ്ലോഗ് ചെയ്ത് വിട്ടതാണ്. അവർ രണ്ടാമത് ഈ വീഡിയോ അവര് നിസ്സഹായ അവസ്ഥ അവർക്ക് കാണിക്കാൻ വേണ്ടിയാണ് അവർ ഈ വ്ലോഗ് ചെയ്ത് വെച്ചത്, പുറത്തു വിട്ടത്. നിങ്ങളോടുള്ള കമ്മിറ്റ്മെന്റ് ആ പയ്യൻ അപ്പോഴും കാണിച്ചായിരുന്നു, ആ കുട്ടിയും കാണിച്ചായിരുന്നു, മൃദുലെ അമ്മയും അച്ഛനുമാണല്ലോ ഇത് പുറത്തു വിടണ്ടല്ലോ എന്നുള്ളത്. ഇത് എപ്പോഴെങ്കിലും ഒരു അവസരം വന്നാലോ എന്നുള്ളത് അവർ മുൻകൂട്ടി കണ്ടത് കൊണ്ടാണ്. എന്തുകൊണ്ട്?
നിങ്ങൾ ഇനി വേറെ എന്തെങ്കിലും ചമച്ചാൽ അവൻ ഈ പറഞ്ഞ പോലെ അവൻ ആരും ഇല്ല എന്നൊരു തോന്നല് അവന്റെ ഉള്ളിൽ തട്ടിയത് കൊണ്ടാണ് അവൻ എന്ത് ചെയ്യുന്നത്. ഇപ്പോൾ ഇവർ പറഞ്ഞതുപോലെ തന്നെ ഒരു കുടുംബത്തിൽ കരച്ചിൽ കണ്ടു കഴിഞ്ഞാൽ എല്ലാവർക്കും കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് റീച്ചിന് വേണ്ടിയിട്ടാണ് ഇവർ ചെയ്തതെങ്കിൽ അത് അവരുടെ ഇതെന്നാണ് പറയുന്നത്. അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും എന്ത് റീച്ചിന് വേണ്ടിയിട്ടാണെങ്കിലും ഇങ്ങനെ ഇപ്പോൾ കരഞ്ഞതായിട്ട് ഇങ്ങനെ ഒരു ഇത് ഉണ്ടാക്കിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്പ്ലനേഷൻ അത് ഇതെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെയുള്ളൊരു വീഡിയോ ചെയ്ത് തന്നെയാണ് ഇത്രയും സോഷ്യൽ മീഡിയയിൽ ഇത്രയും ചർച്ച ചെയ്യപ്പെട്ടതും ഇങ്ങനെയുള്ള തെളിവുകളുമായിട്ട് പ്രവീൺ വന്ന സമയത്ത് എല്ലാവരും പ്രവീണിൻ്റെ ഒപ്പം നിന്നതും. എന്ത് തന്നെയാണെങ്കിലും ഇങ്ങനെയുള്ളൊരു വീഡിയോ ചെയ്തത് കൊണ്ട് ഒരുപാട് ദൂഷ്യഫലങ്ങളാണ് ഇപ്പോൾ എന്തായാലും സോഷ്യൽ മീഡിയയിൽ വന്നിരിക്കുന്നത്. ഒരു നല്ലൊരു കുടുംബം അല്ലെങ്കിൽ നല്ലതായിട്ട് കണ്ട ഒരു കുടുംബത്തെ എല്ലാവരും കൂടെ എല്ലാവരും കൂടെ അല്ലേ ഇവർ തന്നെയാണ് അത് സോഷ്യൽ മീഡിയയിൽ കൊണ്ടിട്ട് ഇത്രത്തോളം വഷളാക്കിയത്. എന്ത് തന്നെയാണെങ്കിലും ഇവർ ഒന്നിച്ച് പോവട്ടെ എന്ന് തന്നെയാണ് ഇനിയും ആഗ്രഹിക്കുന്നത്. ഇത്രയും വഷളായ സ്ഥിതിക്ക് ഇപ്പോൾ രണ്ടുപേരും എക്സ്പ്ലനേഷനൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംസാരിച്ചു അതാണ് ഇതാണെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇനിയും ഇവർക്ക് നല്ല നല്ല വീഡിയോസ് അല്ലെങ്കിൽ നല്ല റീച്ച് വേണമെന്നുണ്ടെങ്കിൽ ഇവർ ഒന്നിച്ച് പോയാൽ തന്നെ ഇവർക്ക് ഇനിയും നല്ലൊരു ഇത് ഉണ്ടാവുകയുള്ളൂ, ഭാവി ഉണ്ടാവുകയുള്ളൂ. എന്തായാലും ഇവർ തന്നെയാണ് ഇത്രത്തോളം ഇതെല്ലാം കൊണ്ടെത്തിച്ച് വഷളാക്കിയത്. എനിക്ക് ഒരു പേഴ്സണലി എനിക്കൊരു കാര്യം പറയാനുള്ളത്, നമ്മുടെ കുടുംബത്തിൽ ഉള്ള കാര്യങ്ങൾ ഒരിക്കലും സോഷ്യൽ മീഡിയയിൽ വന്ന് വിളിച്ചു പോവാതിരിക്കുക, അതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് ഇങ്ങനെ ഡാനി ഈ ഒരു വീഡിയോ ചെയ്തത് കൊണ്ട് ഞാനിത് കണ്ടപ്പോൾ ഞാനും 2-3 വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് വന്നത്. അപ്പോൾ ഇത്രയുള്ള എൻ്റെ ടോപ്പിക്. പുതിയൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം.